ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 8-ലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ഫിസിക്സ് ആണ് കേട്ടോ. അപ്പോൾ ഊർജ്ജതന്ത്രം. അപ്പോൾ നമുക്കറിയാം എന്താ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. അതുപോലെ എന്താണ് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഷീറ്റ് വാങ്ങിയിട്ട് ഓരോന്നും പേര്, ക്ലാസ്, അതുപോലെ നിങ്ങളെ റോൾ നമ്പർ, പിന്നെ അതുപോലെ ഊർജ്ജതന്ത്രം എന്നൊക്കെ എഴുതി ഓരോന്നും എന്താണ് ഫിസിക്സിൻ്റെ ആദ്യം അങ്ങനെ എഴുതുക. എന്നിട്ട് എഴുതി കഴിഞ്ഞ ശേഷം കൊടുത്ത ശേഷമാണ് കെമിസ്ട്രിയും ബയോളജിയും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് 3 നിങ്ങൾ സാറുമാർക്ക് കൊടുക്കേണ്ടത്, അറിയാലോ. ദെൻ ഇനി എന്താണ് ഒന്നാമത്തേന്ന് പറയാം. എന്താണ് 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ പദജോഡിയിലെ ബന്ധം കണ്ടെത്തി രണ്ടാമത്തെ പദജോഡി അനുയോജ്യമായ പൂർത്തിയാക്കുക. വൈദ്യുതി ചാർജ് കൂളോം അല്ലെ. അപ്പം വൈദ്യുതി ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളോം അല്ലെ. അപ്പൊ കപ്പാസിറ്റൻസിന് എന്താണ് ഫാരഡ് അല്ലെ. എന്താണ് ഫാരഡ്. ഓക്കെ, കണ്ടോ ഫാരഡ് എഫ് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ വിൽപ്പന യൂണിറ്റ് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതാണ് നോക്കൂ. ഏതാണ് ചുവടെ തന്നിരിക്കുന്നതിൽ വിൽപ്പന യൂണിറ്റ് ഏതാണ്? ക്യാപിറ്റൽ എൻ അല്ലെ, ന്യൂട്ടൺ അല്ലെ, എൻ അല്ലെ. ദെൻ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന് ചോദിക്കുന്നത്. എന്താണ് ഏതൊക്കെ പ്രസ്താവന തന്നത്? സജാതീയ ധ്രുവങ്ങൾ പരസ്പരം ആകർഷിക്കുന്നു. ഒരു കാന്തത്തിന് ചുറ്റും എല്ലാ തലങ്ങളിലും കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്നു. കാന്തത്തിന് പുറത്ത് കാന്തിക ബലരേഖകളുടെ ദിശ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് ഉത്തര ധ്രുവത്തിലേക്ക് ആണ്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? ബി ആണ് അല്ലെ. ഒരു കാന്തത്തിന് ചുറ്റും എല്ലാ തലങ്ങളിലും എന്താണ് കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? എപ്പോഴും നിവർന്നതും ചെറുതുമായ പ്രതിബിംബം രൂപീകരിക്കുന്ന ഗോളീയ ദർപ്പണം ഏതാണ്? ഏതാണത്? ഏതാണ്? കോൺവെക്സ് ആണ് അല്ലെ. കോൺവെക്സ് ആണ് എൻ്റെ ആൻസർ കേട്ടോ. എപ്പോഴും നിവർന്നതും ചെറുതുമായ പ്രതിബിംബം രൂപീകരിക്കുന്ന ഗോളീയ ദർപ്പണം ഏതാണ്? കോൺവെക്സ്. ഓക്കെ, ദെൻ കോൺവെക്സ് ദർപ്പണം അല്ലെ. ദെൻ 5 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 സ്കോർ വീതമാണ് അല്ലെ. ചില വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ ഇലക്ട്രോൺ കൈമാറ്റം നടക്കുന്നുണ്ട്. ഈ ആശയത്തെ അടിസ്ഥാനമാക്കി ചുവടെ നൽകിയ പട്ടിക പൂർത്തിയാക്കാനാണ്. ചില വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ ഇലക്ട്രോൺ കൈമാറ്റം നടക്കുന്നുണ്ട്. ഈ ആശയത്തെ അടിസ്ഥാനമാക്കി ചുവടെ നൽകിയ പട്ടിക പൂർത്തിയാക്കാനാണ്. ഇപ്പൊ ഉരസം ഉപയോഗിച്ച ജോഡി വസ്തുക്കൾ ഏതൊക്കെയാണ്? ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന വസ്തു ഏതാണെന്ന് കണ്ടുപിടിക്കുക. നെഗറ്റീവ് ചാർജ് ലഭിക്കുന്ന വസ്തു ഏതാണെന്ന് കണ്ടുപിടിക്കുക. എബഡൈറ്റ്, കമ്പിളി അല്ലെ. ഉരസം ഉപയോഗിച്ച ജോഡി വസ്തുക്കൾ എന്താണ്? എബഡൈറ്റും കമ്പിളിയാണ് അല്ലെ. അപ്പൊ അതിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന വസ്തു ഏതാണ്? കമ്പിളിയാണെന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന വസ്തു അല്ലെ. എബഡൈറ്റ് എന്താണ്? നെഗറ്റീവ് ചാർജ് ലഭിക്കുന്ന വസ്തു ഏതാണ്? എബഡൈറ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ഗ്ലാസ് റോഡും സിൽക്കും ആണ് ഉരസം ഉപയോഗിച്ചത് അല്ലെ. അതിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന വസ്തു ഏതാണ്? ഏതാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന വസ്തു? ഗ്ലാസ് റോഡ് ആണ് എന്ത്? ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന വസ്തു അല്ലെ. ദെൻ നെഗറ്റീവ് ചാർജ് ലഭിക്കുന്ന വസ്തു ഏതാണ്? സിൽക്ക് അല്ലെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? നിശ്ചലാവസ്ഥയിൽ നിന്നും യാത്ര തിരിച്ച ഒരു കാറിന്റെ നേർരേഖാ ചലനവുമായി ബന്ധപ്പെട്ട രേഖാചിത്രം നൽകിയിരിക്കുന്നു. കണ്ടോ ഇവിടുന്ന് 0 മീറ്റർ/സെക്കൻഡ് അല്ലെ. B 5 മീറ്റർ/സെക്കൻഡ്, 10 മീറ്റർ/സെക്കൻഡ്, 10 മീറ്റർ/സെക്കൻഡ് പ്രവേഗം അല്ലെ. സമയം എത്രയാണിത്? 15 സെക്കൻഡ് ആണ് ഡിയില്, 10 സെക്കൻഡ് സിയില്, ബിയില് 5 സെക്കൻഡ്, 0 സെക്കൻഡ് ആണ് സ്റ്റാർട്ട് ചെയ്ത് അല്ലെ. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സി മുതൽ ഡി വരെ കാറിന് എന്താണ്? സി മുതൽ ഡി വരെ കാറിന് എന്താണ്? ഇതിൽ ഏതാണ് ഓപ്ഷൻ വരിക? എന്താണ്? സി മുതൽ ഡി വരെ കാറിന് എന്താണ്? സമപ്രവേഗം ഉണ്ട് അല്ലെ. 10 മീറ്റർ/സെക്കൻഡ്, 10 മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പൊ സമപ്രവേഗമുണ്ട് അല്ലെ. ഇനി കാറിന് എ മുതൽ സി വരെയുള്ള ത്വരണം കണ്ടെത്താനാണ്. എ മുതൽ സി വരെയുള്ള ത്വരണം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നോക്കൂ, ത്വരണം = പ്രവേഗമാറ്റം ബൈ സമയം അല്ലെ. പ്രവേഗമാറ്റം എന്ന് പറയുമ്പോൾ അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ബൈ സമയം അല്ലെ. അപ്പൊ v എത്രയാണ്? 10, u 0 ആണ് അല്ലെ. അപ്പൊ a = എന്താണ്? v - u / t. അപ്പൊ v എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? v 10 ആണ് അല്ലെ. 10 - 0/10 അല്ലെ. 10/10 1 മീറ്റർ/സെക്കൻഡ്² ആണെന്ത് അതിന്റെ ത്വരണം കേട്ടോ. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ എന്താണ്? മനുഷ്യന് അസുഖകരമായ രീതിയിൽ ശബ്ദം ഉണ്ടാക്കുന്നതാണെന്ത്? ശബ്ദ മലിനീകരണം. ശബ്ദ മലിനീകരണം കുറയ്ക്കാം. ഈ ആശയം സമൂഹത്തിൽ എത്തിക്കാൻ ഉതകുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മനുഷ്യന് അസുഖകരമായ രീതിയിൽ ഉണ്ടാക്കുന്ന ശബ്ദ മലിനീകരണത്തിന് ശബ്ദ മലിനീകരണം കുറയ്ക്കാം എന്നുള്ള ആശയത്തിൽ എത്തിക്കാൻ ഉതകുന്ന ഒരു പോസ്റ്റർ നിങ്ങൾ തയ്യാറാക്കുകയാണ് വേണ്ടത്. അപ്പൊ പോസ്റ്റർ തയ്യാറാക്കുക. അതിന്റെ ആശയം എന്താണ്? ശബ്ദ മലിനീകരണം കുറയ്ക്കുക എന്നുള്ളത് അല്ലെ. ശബ്ദ മലിനീകരണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പോസ്റ്റർ നിർമ്മിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ അതിന് 2 മാർക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? തന്നിരിക്കുന്ന രേഖാചിത്രം പകർത്തി വരച്ച് പ്രതിബിംബ രൂപീകരണം ചിത്രീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പ്രതിബിംബത്തിന്റെ 2 സവിശേഷതകൾ എഴുതാനും പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പം എന്താണ്?
അപ്പൊ അതങ്ങനെ വരയ്ക്കുക അല്ലെ. എന്താണ് ഇത് നമുക്ക് തന്നില്ലേ. പിന്നെ ഇന്ന് റിഫ്ലക്ഷൻ വരുന്നത് അതങ്ങനെ ഇങ്ങോട്ടേക്ക് അല്ലെ. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റിഫ്ലക്ഷൻ വരും അല്ലെ. അതാണ് ഇമേജ് വരുന്നത് അല്ലെ. ഇനി ഇതിന്റെ ഇതെന്താണ്, യഥാർത്ഥം തല കീഴായത് വസ്തുവിന് തുല്യ വലുപ്പം അല്ലെ. ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി കേട്ടോ, മാർക്ക് കിട്ടും. ഓക്കെ, ഇതിന്റെ സവിശേഷതയാണല്ലേ അത്. യഥാർത്ഥമാണ്, തല കീഴായതാണ്, വസ്തുവിന് തുല്യ വലുപ്പം. ഓക്കെ, അത് എഴുതുക. ദെൻ നെക്സ്റ്റ് എന്താന്ന് നോക്കിയേ, ഏതാണ് 8 കഴിഞ്ഞു. 9ാമത്തത് അല്ലെ. 20,000 ഹെർട്സിൽ കൂടുതൽ ആവർത്തിയുള്ള ശബ്ദ തരംഗങ്ങളാണിത് അൾട്രാസോണിക് തരംഗങ്ങൾ. അൾട്രാസോണിക് തരംഗങ്ങളുടെ 2 ഉപയോഗങ്ങൾ എഴുതുക. 2 ഉപയോഗം ഏതൊക്കെയാണ്? ഇതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാന്തി തന്നിട്ടുണ്ട് അല്ലെ. കടലിന്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന സോണാർ എന്ന ഉപകരണത്തിൽ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. ആന്തരികാവയവങ്ങളുടെ ചിത്രം എടുക്കുന്നതിനും അവയുടെ രോഗനിർണയത്തിനും ഉപയോഗിക്കുന്നു. വലിയ ലോഹക്കട്ടികളിലെ വിള്ളലുകൾ കണ്ടെത്താൻ, കിഡ്നിയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാൻ, മത്സ്യസമ്പത്ത് കണ്ടെത്താൻ, ഹൃദയത്തിന്റെ ചിത്രം എടുക്കാൻ. അല്ലെ, ഇതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി കേട്ടോ. രണ്ടെണ്ണം തന്നെ ആക്കണ്ട, ഒരു 3 എഴുതി അറിയുന്നുണ്ടെങ്കിൽ കേട്ടോ, 3-4 എഴുതാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, 10 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. വിവിധതരം ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയെ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. അതിൽ ഇതിൽ തന്നിരിക്കുന്ന എന്താണ്, കോൺകേവ് ദർപ്പണം, സമതല ദർപ്പണം, കോൺവെക്സ് ദർപ്പണം ഏതൊക്കെയാണെന്ന് അറിയാം. ഈ വാഹനങ്ങളിൽ റിയർ മിറർ ആയി ഉപയോഗിക്കുന്നത് ഏതാണ്? വാഹനങ്ങൾ റിയർ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ആണ് അല്ലെ. ദെൻ പിന്നെ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഹെഡ് മിറർ ആയ ഏതാണ്? കോൺകേവ് ആണ് അല്ലെ. അതുപോലെ സോളാർ കൺസെൻട്രേറ്ററിൽ റിഫ്ലക്ടർ ആയിട്ടുള്ളത് എന്താണ്? കോൺകേവ് ആണ് അല്ലെ. ദെൻ നെക്സ്റ്റ് തെരുവ് വിളക്കുകളിൽ റിഫ്ലക്ടർ ആയി ഉപയോഗിക്കുന്ന ഏതാണ്? കോൺവെക്സ് ആണ് അല്ലെ അത്. പിന്നെ സാധാരണയായി മുഖം നോക്കുന്നതിന് സമതല ദർപ്പണം. സിനിമ പ്രൊജക്ടറുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ഏതാ? കോൺകേവ് ആണ് അല്ലെ. ഓക്കെ, അപ്പം അങ്ങനെ എഴുതുക കേട്ടോ. ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം. കോൺകേവ് ദർപ്പണത്തിൽ ഏതാണ്? ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഹെഡ് മിററായി. പിന്നെ സോളാർ കൺസെൻട്രേറ്ററുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്നത് കോൺകേവ് ആണ്. സിനിമ പ്രൊജക്ടറുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണം. പിന്നെ സമതല ദർപ്പണം സാധാരണയായി മുഖം നോക്കുന്നതിന്. പിന്നെ കോൺവെക്സിന്റെ വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്നു. തെരുവ് വിളക്കുകളിൽ റിഫ്ലക്ടറുകളായി ഉപയോഗിക്കുന്നു കോൺവെക്സ് ആണ് കേട്ടോ. ഓക്കെ, ദെൻ നൽകിയ സന്ദർഭങ്ങളിൽ വിശകലനം ചെയ്ത് ചുവടെ നൽകിയ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്നു. നിരപ്പായ തറയിലൂടെ ഉരുട്ടിവിട്ട പന്ത് അല്പദൂരം സഞ്ചരിച്ച ശേഷം നിശ്ചലാവസ്ഥയിലാകുന്നു. ഇവയിൽ സമ്പർക്കരഹിത ബലം അനുഭവപ്പെടുന്ന സന്ദർഭം ഏതാണ്? ഇവയിൽ സമ്പർക്കരഹിത ബലം അനുഭവപ്പെടുന്ന സന്ദർഭം തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്ന സന്ദർഭം അല്ലെ. പിന്നെ ഇവിടെ മന്ദീകരണം ഉണ്ടാകുന്ന സന്ദർഭം ഏതാ? ഈ മന്ദീകരണം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? നിരപ്പായ തറയിലൂടെ ഉരുട്ടിവിട്ട പന്ത് അല്പദൂരം സഞ്ചരിച്ച ശേഷം നിശ്ചലാവസ്ഥയിലാകുന്നു. അതാണ് എന്ത്? മന്ദീകരണം ഉണ്ടാകുന്ന സന്ദർഭം അല്ലെ. എന്താണ് കാരണം? കാരണം എന്താണ്? പ്രവേഗം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, ഇനി സമ്പർക്കരഹിത ബലത്തിന് മറ്റൊരു ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂമി സൂര്യനെ ചുറ്റുന്നു. പിന്നെ കാന്തം ഇരുമ്പ് വസ്തുക്കളെ ആകർഷിക്കുന്നു. അതൊക്കെ എന്താണ്? അതിനൊരു ഉദാഹരണമാണ് അല്ലെ. നെക്സ്റ്റ് 12 ഉയരം കൂടിയ കെട്ടിടങ്ങളെ മിന്നലിൽ നിന്ന് രക്ഷിക്കുന്നതിനായി മിന്നൽ രക്ഷാചാലകം ഉറപ്പിക്കാറുണ്ട്. അപ്പം അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? മിന്നൽ രക്ഷാചാലകത്തിന്റെ അഗ്രഭാഗം കൂർപ്പിച്ചിരിക്കുന്നു. ഇതിന്റെ പിന്നിലെ ശാസ്ത്രീയ അടിത്തറ എന്താന്നാ ചോദിച്ചത്. ഒരു ചാലകത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന ചാർജ് അതിന്റെ ഉപരിതലത്തിൽ മാത്രമാണ് വിതരണം ചെയ്യപ്പെടുന്നത്. കൂർത്ത അഗ്രങ്ങളിൽ ചാർജിന്റെ അളവ് കൂടുതലായിരിക്കും. അതാണ് അതിൻ്റെ അത് വരുന്നത് അല്ലെ. നെക്സ്റ്റ് എന്താ ചോദിച്ചിരിക്കുന്നത്? മിന്നലിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനുള്ള മറ്റ് 2 മാർഗങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ്? വൈദ്യുതി ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കരുത്. വീട്ടിലെ ഭിത്തിയിൽ ചാരി നിൽക്കരുത്. ജനൽ കമ്പികളിലോ ഗ്രില്ലുകളിലോ പിടിച്ചു നിൽക്കരുത്. ഉയരമുള്ള വൃക്ഷച്ചുവട്ടിൽ നിൽക്കരുത്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന വൃക്ഷച്ചുവട്ടിൽ അഭയം തേടരുത്. ഏതെങ്കിലും 2 or 3 എഴുതാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ABC കോളങ്ങളിൽ തന്നിരിക്കുന്ന പദങ്ങളെ അനുയോജ്യമായി ബന്ധിപ്പിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അന്തരീക്ഷ മർദ്ദത്തിൽ ഏതാണ്? ബാരോമീറ്റർ അല്ലെ. എന്താണ്? അന്തരീക്ഷ മർദ്ദം ബാറ്, ബാരോമീറ്റർ. നെക്സ്റ്റ് വേഗത്തിൽ ഏതാ വരുന്നത്? മീറ്റർ പെർ സെക്കൻഡ്. എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ അതിൽ വരുന്നത് സ്പീഡോമീറ്റർ അല്ലെ. വേഗത്തിന്റെ അതാണ് അല്ലെ, മീറ്റർ പെർ സെക്കൻഡും സ്പീഡോമീറ്ററും. ദെൻ ഉച്ചത സൗണ്ടിന്റെ ആണ് അല്ലെ. ഉച്ചത ഏതാണ്? ഡെസിബൽ, DB അല്ലെ, DB. പിന്നെ ഇതിൻ്റെ എന്താണ്? ഡെസിബൽ മീറ്റർ അല്ലെ. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. ഉച്ചത ഏതാണ്? ഡെസിബൽ ആണ്. DB ആണ് ഡെസിബൽ മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് രസതന്ത്രമാണ് കേട്ടോ. അപ്പൊ 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 3 ഉത്തരം എഴുതുക. ഒരു സ്കോർ വീതം അല്ലെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന ഖരപദാർത്ഥം ഏതാണ്? ഇതില്
കറിവേപ്പാണോ, പഞ്ചസാരയാണോ, മെഴുകാണോ, കർപ്പൂരാണോ? ഏതാണ്? കർപ്പൂരാണ് അല്ലെ. എന്താണ്? കർപ്പൂരം. നോക്കൂ, ഉചിതമായ വിധം പൂരിപ്പിക്കാനാണ് പറഞ്ഞത്. ഗ്ലൂക്കോസ് മോണോമർ, സ്റ്റാർച്ച് എന്താണ്? പോളിമർ ആണ് കേട്ടോ. അപ്പൊ സ്റ്റാർച്ച് പോളിമർ അല്ലെ. ഇനി രാസസമവാക്യം പൂർത്തീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Mg+H2O gives MgO+H2 ആണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇനി ഇലാസ്റ്റിക സ്വഭാവമുള്ള പോളിമർ ആണ് എന്ത്? ഇലാസ്റ്റിക സ്വഭാവമുള്ള പോളിമർ ഏതാണ്? നമുക്ക് അറിയാലേ, എന്താണ്? റബ്ബർ ആണ് അല്ലെ. എന്താണ്? റബ്ബർ. ഓക്കെ, നാലാമത്തെ എന്താണ്? റബ്ബർ അല്ലെ. നെക്സ്റ്റ് എന്താ നോക്കിയേ, 5 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 4 ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സൾഫ്യൂരിക് ആസിഡിന്റെ H2SO4 ഒരു തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? സൾഫ്യൂരിക് ആസിഡിന്റെ ഒരു തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? ഇവിടെ നോക്കി, H2SO4 ആണ് അല്ലെ. അപ്പൊ ഓക്സിജനിൽ എത്രയാണ്? 4 ആണ് അല്ലെ. അപ്പൊ തന്മാത്ര അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? ഓക്സിജന്റെ 4 ആണ് അല്ലെ. അപ്പൊ 4 എഴുതുക. ദെൻ 5NH3 അടങ്ങിയിരിക്കുന്ന ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്രയാണ്? ഇത് 5N-നും N-നും നൈട്രജനും ഈ ഹൈഡ്രജനിലും എന്താണ്? ഈ 5 ഉണ്ട് അല്ലെ. അപ്പൊ N-ൽ 5 വരുന്നുണ്ട്, H-ലും 5 വരുന്നുണ്ട് അല്ലെ. H-ൽ ഹൈഡ്രജനിൽ 3 ഇവിടെ വേറെയും വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഹൈഡ്രജനിൽ മൊത്തം എത്ര ഉണ്ട്? 5 × 3 15 വരുന്നുണ്ട് അല്ലെ. പിന്നെ നൈട്രജനിലോ 5 അല്ലെ. 15 + 5 എത്രയാണ്? 20 ആറ്റം ഉണ്ട് അല്ലെ. മൊത്തം എത്രയാണ്? 20 ആറ്റങ്ങളുണ്ട്. ഓക്കെ, ഇരുമ്പ് വളയിൽ കോപ്പർ പൂശുന്ന പ്രവർത്തനത്തിന്റെ പേരെന്താന്ന് വെച്ചിരിക്കുന്നത്? ഇരുമ്പ് വളയിൽ കോപ്പർ പൂശുന്ന പ്രവർത്തനത്തിന്റെ പേരെന്താണ്? അടുത്തത് എന്താണ്? വൈദ്യുത ലേപനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഈ പ്രക്രിയ ഒരു വൈദ്യുതി രാസപ്രവർത്തനമാണ്. എന്തുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്? എന്താണ്? ഈ പ്രക്രിയയിൽ വൈദ്യുതി ഉപയോഗിക്കുന്നതിനാൽ ഇതൊരു വൈദ്യുതി രാസപ്രവർത്തനമാണ് അല്ലെ. എന്താണ്? ഈ പ്രവർത്തനത്തിൽ വൈദ്യുതി ഉപയോഗിക്കുന്നതിനാൽ ഇതെന്താണ്? വൈദ്യുതി രാസപ്രവർത്തനമാണ്. ഓക്കെ, നെക്സ്റ്റ് 7ാമത്തെ എന്താണ്? വൈദ്യുതി ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? വൈദ്യുതി ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം എന്താണ്? ടങ്സ്റ്റൺ ആണ് കേട്ടോ. എന്താണ്? ടങ്സ്റ്റൺ. നെക്സ്റ്റ് എന്താണ്? ഈ ലോഹത്തിന്റെ ഏത് ഗുണമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ഡക്റ്റിലിറ്റി ആണ് അല്ലെ. എന്താണ്? ഡക്റ്റിലിറ്റി. നെക്സ്റ്റ്, ചൂട് തന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ ജലത്തിന്റെ ഏത് ഗുണങ്ങളാണ് പ്രകടമാകുന്നത് ചോദിച്ചു. വാഹനങ്ങളുടെ റേഡിയേറ്ററിൽ ജലം ഉപയോഗിക്കുന്ന ജലത്തിന്റെ ഏത് ഗുണങ്ങളാണ് ഇവിടെ പ്രകടമാകുന്നത്? വാഹനങ്ങളുടെ റേഡിയേറ്ററിൽ ജലം ഉപയോഗിക്കുന്നത് ഏതാണിതാ? വിശിഷ്ട താപധാരിത അല്ലെ. വിശിഷ്ട താപധാരിതയാണ് എന്താണ്? ഇതിൽ വെള്ളം ഒഴിക്കുന്നത് അല്ലെ. വാഹനങ്ങളുടെ റേഡിയേറ്ററിൽ ജലം ഉപയോഗിക്കുന്നത് വിശിഷ്ട താപധാരിത അല്ലെ. നെക്സ്റ്റ്, ജലത്തിന്റെ ചെറുതുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടുന്നുണ്ട് അല്ലെ. എന്താണ്? പ്രതലബലം അല്ലെ. എന്താണ്? പ്രതലബലം. നെക്സ്റ്റ്, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കൃത്രിമ നാരുകളുടെ സവിശേഷതകൾ ഏതെല്ലാം വെച്ചത് അല്ലെ. കൃത്രിമ നാരുകളുടെ സവിശേഷത എന്താണ്? നനഞ്ഞാൽ വേഗത്തിൽ ഉണങ്ങുന്നു അല്ലെ. അത് എന്താണ്? ഒരു സവിശേഷതയാണ് അല്ലെ. നനഞ്ഞാൽ വേഗത്തിൽ ഉണങ്ങുന്നു. പിന്നെ അതിൽ വരുന്ന ഏതാണ്? ചുളുങ്ങുന്നില്ല അല്ലെ. അങ്ങനെയൊന്നും ചുളുങ്ങൂല. കൃത്രിമ നാരുകളുടെ സവിശേഷങ്ങൾ അല്ലെ. എളുപ്പത്തിൽ ചുളുങ്ങൂല. നെക്സ്റ്റ്, 10 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 ഉത്തരം എഴുതുക അല്ലെ. എത്ര സ്കോർ? 3. നെക്സ്റ്റ്, ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടിക വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. മിശ്രിത എയും മിശ്രിതം ബിയും മിശ്രിതം സിയും തന്നിട്ടുണ്ട് അല്ലെ. അതിൽ മിശ്രിത എയിൽ ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാൻ കഴിയില്ല. കടത്തിവിടുന്ന തീവ്രപ്രകാശത്തിന്റെ പാത ദൃശ്യമാണ് അല്ലെ. മിശ്രിത എ. ബിയോ ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാൻ കഴിയും. സിയോ മിശ്രിതം സി ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാൻ കഴിയുന്നില്ല. കടത്തിവിടുന്നവ തീവ്ര പ്രകാശത്തിന്റെ പാത ദൃശ്യമല്ല. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇവയിൽ ഏത് മിശ്രിതമാണ് യഥാർത്ഥ ലായനിയെ സൂചിപ്പിക്കുന്നത്? യഥാർത്ഥ ലായനിയെ സൂചിപ്പിക്കുന്നത് ഇതിൽ ഏത് മിശ്രിതമാണ് ചോദിച്ചത്? ഏതാണ്? മിശ്രിതം സി അല്ലെ. ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാൻ കഴിയില്ല എന്നും കടത്തിവിടുന്ന തീവ്ര പ്രകാശത്തിന്റെ പാത ദൃശ്യമല്ലാത്ത കാണുന്നത് യഥാർത്ഥ ലായനിയെ സൂചിപ്പിക്കുന്നത്. കുറച്ചു നേരം അനക്കാതെ വയ്ക്കുമ്പോൾ ഏത് മിശ്രിതത്തിലെ കണങ്ങൾ അടിയുന്നത്? ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാൻ കഴിയുന്നത് മിശ്രിതം ബി ആണ് അല്ലെ. ദെൻ മിശ്രിതം ബി അല്ലെ. പാൽ ഇവയിൽ ഏത് തരം മിശ്രിതത്തിൽ ഉൾപ്പെടുന്നു? മിശ്രിതം എ ആണ് അല്ലെ. അതിന് വേർതിരിക്കാനൊന്നും കഴിയില്ലല്ലോ പാലൊന്നും അല്ലെ. ഓക്കെ, കടത്തിവിടുന്ന തീവ്രപ്രകാശത്തെ പാത ദൃശ്യമാണ് അല്ലെ. അതെ, പാല് ഇതിൽ പെടും. മിശ്രിതം എയിലാണ് പെടുന്നത് കേട്ടോ. അപ്പൊ നോക്ക്, മിശ്രിതം സി ആണ് ഫസ്റ്റ് യഥാർത്ഥ ലായനി. പിന്നെ മിശ്രിതം ബി എന്താ? സസ്പെൻഷന്. മിശ്രിതം എ എന്താ? കൊളോയിഡ് എന്ന് പറയില്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? 11th. 11ാമത്തെ ക്വസ്റ്റിന് ജലത്തിന്റെ ഏത് സാമ്പിളുകൾ? 2 സാമ്പിളുകളാണ് നൽകിയിരിക്കുന്നത് അല്ലെ. സാമ്പിൾ 1 സോപ്പ് എളുപ്പത്തിൽ പതയുന്നു. സാമ്പിൾ 2 സോപ്പ് എളുപ്പത്തിൽ പതയുന്നില്ല. ഇവയിൽ ഏതാണ് കഠിനജലം?
ഏതാണ്? സോപ്പ് എളുപ്പത്തിൽ പതയുന്നില്ല അല്ലെ. സാമ്പിൾ 2 ആണ് അല്ലെ. കഠിനജലം. ഈ ചുവടെ തന്നിരിക്കുന്നതിൽ ജലകാഠിന്യത്തിന് കാരണമായ ലവണം ഏതാണ്? ചുവടെ തന്നിരിക്കുന്ന ജലകാഠിന്യത്തിന് കാരണമായ ലവണം ഏതാന്നാ ചോദിച്ചത്. ഏതാണ് ഇതിൽ തന്നിരിക്കുന്നതില്? മെഗ്നീഷ്യം ക്ലോറൈഡ് ആണ് അല്ലെ. എന്താണ്? ജലകാഠിന്യത്തിന് കാരണമായ ലവണം ഏതാണ്? മെഗ്നീഷ്യം ക്ലോറൈഡ്. നെക്സ്റ്റ്, ഏത് തരത്തിലുള്ള ജലകാഠിന്യമാണ് തിളപ്പിച്ച് മാറ്റാൻ കഴിയുന്നത്? നമുക്ക് തിളപ്പിച്ചാൽ എന്താണ്? അതിന്റെ കാഠിന്യം കുറയുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഏത് തരത്തിലുള്ള ജലകാഠിന്യമാണ് തിളപ്പിച്ച് മാറ്റാൻ കഴിയുന്നത് എന്നാണ് ചോദിച്ചത്. എന്താണ്? ഏതാണ്? താൽക്കാലിക കാഠിന്യാണ് അല്ലെ. ഓക്കെ, താൽക്കാലിക കാഠിന്യാണ് തിളപ്പിച്ചാൽ മാറ്റാൻ കഴിയുന്നത്. നെക്സ്റ്റ് 12ാമത്തെ എന്താണ്? പ്ലാസ്റ്റിക്കിന്റെ 2 വകഭേദങ്ങളാണിത്. തെർമോ പ്ലാസ്റ്റിക്കും തെർമോസെറ്റിങ്ങും പ്ലാസ്റ്റിക്കും അല്ലെ. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാ ചോദിച്ചിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ഏതെന്നും ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ 2 വകഭേദമാണിത്. തെർമോ പ്ലാസ്റ്റിക്കും തെർമോ സെറ്റിങ്ങും അല്ലെ. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താ നമ്മൾ തെർമോ പ്ലാസ്റ്റിക് ചൂടാക്കുമ്പോൾ മൃദുവാകുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്നു അല്ലെ. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്താണ്? നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്നു. എന്താണ്? ചൂടാക്കുമ്പോൾ മൃദുവാകുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്നു തെർമോ പ്ലാസ്റ്റിക്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കോ നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്നു. പിന്നെ തെർമോ പ്ലാസ്റ്റിക് ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റം സംഭവിക്കുന്നു. തെർമോസെറ്റിങ്ങിലോ ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റത്തോടൊപ്പം രാസമാറ്റവും സംഭവിക്കുന്നുണ്ട്. അതാണ് അതിന്റെ വ്യത്യാസം കേട്ടോ. അടുത്തത് എന്തായാലും പറഞ്ഞിരുന്നു? 2ാമത്തെ ബി പറഞ്ഞിരുന്നു. ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഏതാന്ന് വെച്ചിരിക്കുന്നത് അല്ലെ. ഇതിൽ ഏതാണ്? ബേക്കലൈറ്റ് ആണ് കേട്ടോ. ഓക്കെ, 13ാമത്തെ എന്താണ്? ഇന്ന് വ്യാപകമായി അനുഭവപ്പെടുന്ന പ്രശ്നമാണെന്ത്? ജലമലിനീകരണം. ജലജീവികൾക്കും ജലസസ്യങ്ങൾക്കും ശ്വസിക്കുന്നതിന് ആവശ്യമായ ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? എവിടെ നിന്നാണ് ജലജീവികൾക്കും ജലസസ്യങ്ങൾക്കും ശ്വസിക്കുന്നതിന് ആവശ്യമായ ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? എവിടുന്നാണ്? ജലത്തിൽ ജയിച്ചു ചേർന്ന ഓക്സിജൻ ആണ് അല്ലെ അവർക്ക് കിട്ടുന്നത് അല്ലെ. ജലജീവികൾക്കും ജലസസ്യങ്ങൾക്കും ശ്വസിക്കുന്നതിന് ആവശ്യമായ ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ജലത്തിൽ ലയിച്ചു ചേരുന്ന ഓക്സിജൻ ആണത്. പിന്നെ ബി, പുഴകളിലും കുളങ്ങളിലും തള്ളുന്ന മാലിന്യങ്ങൾ ജലജീവികളുടെ നാശത്തിന് കാരണമാകുന്നു. എങ്ങനെയെന്ന് വ്യക്തമാക്കുക. പുഴകളിലും കുളങ്ങളിലും തള്ളുന്ന മാലിന്യങ്ങൾ എന്താണ്? ജലജീവികളുടെ നാശത്തിന് കാരണമാകുന്നത്. അത് എങ്ങനെയാന്ന് വ്യക്തമാക്കാനാ പറഞ്ഞത്. എങ്ങനെ പറയാ? ഈ ജൈവ മാലിന്യങ്ങൾ അഴുകുന്നതിന് ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജൻ ഉപയോഗിക്കുന്നതിനാൽ ഓക്സിജന്റെ അളവ് കുറയുന്നുണ്ട് അല്ലെ. എന്താണ്? ജൈവ മാലിന്യങ്ങൾ അഴുകുന്നതിന് എന്താണ്? ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജൻ ഉപയോഗിക്കുന്നതിനാൽ ഓക്സിജന്റെ, അതായത് ജൈവ മാലിന്യങ്ങൾ അഴുകുന്നതിന് എന്താണ്? ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജൻ ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ്? ഓക്സിജന്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ജലമലിനീകരണത്തിന് കാരണമാകുന്ന മറ്റേതെങ്കിലും ഒരു പ്രവർത്തനം എഴുതാനാ പറഞ്ഞു. അപ്പൊ ജലമലിനീകരണത്തിന് കാരണമാകുന്ന വേറെ ഏതെങ്കിലും പ്രവർത്തനം എന്ന് പറഞ്ഞു നോക്കിയേ. അമിത രാസവള പ്രയോഗം, പിന്നെ ഡിറ്റർജന്റുകളുടെ അമിത ഉപയോഗം, ജലത്തിൽ അലിഞ്ഞു ചേരുന്ന കീടനാശിനികൾ, വാഹനങ്ങൾ നദികളിൽ നിന്ന് കഴുകുക, പൊതുജല സ്രോതസ്സുകളിലെ കുളി, അലക്ക് എന്നിവ അല്ലെ. ഇതിലേതെങ്കിലും 2 എഴുതുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ജീവശാസ്ത്രമാണ് കേട്ടോ. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 ഉത്തരം എഴുതുക. ഒരു സ്കോർ വീതം കേട്ടോ. ഓക്കെ, ചൂടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംശം തെരഞ്ഞെടുത്ത് എഴുതുക. അതിൽ ഗ്രന്ഥികോശം കൂടുതലായി കാണപ്പെടുന്നതിൽ ഏതാണ്? ഗോൾജി കോംപ്ലക്സ് ആണ് കേട്ടോ. ഓക്കെ, എന്താണ്? ഗോൾജി കോംപ്ലക്സ്. പദബന്ധം മനസ്സിലാക്കി വിട്ടുപോയ ഭാഗം പൂർത്തിയാക്കാനാ. അണ്ടാശയം ഈസ്ട്രജൻ. അപ്പൊ വൃഷ്ണ എന്താണ്? ടെസ്റ്റോസ്റ്റിറോൺ കേട്ടോ. എന്താണ്? ടെസ്റ്റോസ്റ്റിറോൺ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത എന്താണ്? ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവയുടെ പൊതു സവിശേഷത എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒറ്റപ്പെട്ടത് ഇതിലിപ്പോ ഏതാണ്? വരയാട്, സിംഹവാലം കുരഞ്ഞ്, ഡോഡോ, മലബാർ വെരുക് അല്ലെ. ഇതിലേതാ ഒറ്റപ്പെട്ടത്? ഡോഡോ ആണോ? ഡോഡോ ആണ് അല്ലെ. മറ്റൊക്കെ എന്താണ്? വരയാടും സിംഹവാലം കുരങ്ങും മലബാർ വെരുകൊക്കെ എന്താണ്? വംശനാശ ഭീഷണി നേരിടുന്നതാണ് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതാം. ഡോഡോ മറ്റുള്ളവ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളാണെന്ന് എഴുതുക കേട്ടോ. നെക്സ്റ്റ് എന്താണെന്ന് നോക്കിയേ. എന്താണ്? ശരിയായ ജോഡികൾ തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കമ്മ്യൂണിറ്റി റിസർവ്, നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവ്, വന്യജീവി സങ്കേതം അല്ലെ. അതിൽ പെപ്പാറ, സൈലന്റ് വാലി, വയനാട്, പെരിയാർ അല്ലെ. ഇതിൽ ശരിയായ ജോഡികൾ തെരഞ്ഞെടുത്താനാണ് പറഞ്ഞല്ലേ. കമ്മ്യൂണിറ്റി റിസർവില് പെപ്പാറ എന്നാ കൊടുത്ത്, നാഷണൽ പാർക്കിന് സൈലന്റ് വാലി, ബയോസ്ഫിയർ റിസർവ് വയനാട്, അതുപോലെ വന്യജീവി സങ്കേതം പെരിയാർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശരിയായ ജോഡി ഇതിൽ ഏതാണ്?
ഇതിൽ നാഷണൽ പാർക്ക് സൈലന്റ് വാലി ശരിയാണ് അല്ലെ. അതുപോലെ വന്യജീവി സങ്കേതം പെരിയാർ, അതും ശരിയാണ് കേട്ടോ. അപ്പൊ നാഷണൽ പാർക്ക് സൈലന്റ് വാലിയും വന്യജീവി സങ്കേതം പെരിയാർ, അതാണ് ശരി കേട്ടോ. നെക്സ്റ്റ് 5 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 സ്കോർ വീതം കേട്ടോ. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ അടിവരയിട്ട് ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷൻ ഉദാഹരണമാണ് സുവോളജിക്കൽ ഗാർഡനുകൾ. അണ്ടർലൈൻ ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷൻ അല്ലേ, അത് ശരിയോ തെറ്റോ? എന്താണ്? എക്സിറ്റീവ് കൺസർവേഷൻ ആണ് അവിടെ വരേണ്ടത്. എക്സിറ്റീവ് കൺസർവേഷൻ ആണ് കേട്ടോ. ദെൻ അടുത്ത് പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണിത് കമ്മ്യൂണിറ്റി റിസർവുകൾ, അത് ശരിയോ തെറ്റോ? ശരിയാണല്ലേ. നെക്സ്റ്റ് സി നോക്കൂ. വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു പ്രദേശത്തെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നവയാണിത് ബയോസ്ഫിയർ അല്ലല്ലോ. എന്താണത്? എന്താണ്? നാഷണൽ പാർക്കാണ് അല്ലെ. വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു പ്രദേശത്തെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നവ എന്താണ്? നാഷണൽ പാർക്കാണ് കേട്ടോ. ചുവടെ നൽകിയ പ്രസ്താവന വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. നാഴിയുടെ ശാസ്ത്രീയ നാമമാണ് കാനിസ് ഫെമിലിയാരിസ്. ഇത്തരത്തിൽ ജീവികൾ ശാസ്ത്രീയമായ പേര് നൽകുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ദിനാമ പദ്ധതി അല്ലേ. ശാസ്ത്രീയ നാമത്തിലെ കാനിസ് ഫെമിലിയാരിസിസ് എന്നീ പദങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു? കാനിസ് ജീനസിന്റെ പേരും രണ്ടാമത്തെ ഫെമിലിയാരിസ് സ്പീഷീസിന്റെ പേരുമാണ് അല്ലെ. ഇനി പത്രഭാഗത്ത് വിശകലനം ചെയ്ത് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 10 മുതൽ 19 വയസ്സ് വരെ പ്രായമുള്ള 13 കോടി കുട്ടികൾക്ക് എന്താണ് അയൺ ഗുളികകൾ നൽകുന്ന പദ്ധതി കേന്ദ്ര ആരോഗ്യ വകുപ്പ് ആരംഭിച്ചു. 10 മുതൽ 19 വയസ്സ് വരെ പ്രായമുള്ള 13 കോടി കുട്ടികൾക്ക് അയൺ ഗുളികകൾ നൽകുന്ന പദ്ധതി കേന്ദ്ര ആരോഗ്യ വകുപ്പ് ആരംഭിച്ചു. 1. ഏത് രോഗം പരിഹരിക്കുന്നതിനാണ് ഈ പദ്ധതി ആരംഭിച്ചത്? അനീമിയ അല്ലെ. എന്താണ് അനീമിയ? ഈ രോഗം മറികടക്കുന്നതിന് ഭക്ഷണ ക്രമീകരണത്തിന്റെ പങ്ക് എന്താണ്? അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയും അല്ലെ. ഇങ്ങനെ പങ്ക് എന്താണ്? ആഹാരത്തില് ഇരുമ്പിന്റെ കുറവാണിത് അനീമിയക്ക് കാരണം. ഇരുമ്പ് ഓർ അയൺ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിലൂടെ എന്താണ് നമുക്ക് അനീമിയ പരിഹരിക്കാൻ കഴിയും. 8. ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്, വൈ എന്നിവ സൂചിപ്പിക്കുന്ന ഭാഗങ്ങളുടെ പേര് എഴുതുക. ഈ എക്സ് എന്താ, വൈ എന്താണ്? നമുക്ക് ടെക്സ്റ്റിലുണ്ട് അല്ലെ. എന്താണ് എക്സ്? എക്സ് എന്താണ്? ബീജവാഹി. മറ്റേ വൈ എന്താണ്? വൃഷ്ണു അല്ലെ. എക്സ് എന്ന ഭാഗം നിർവഹിക്കുന്ന ധർമ്മം എഴുതുക അല്ലെ. ഈ ബീജവാഹി നിർവഹിക്കുന്ന ധർമ്മം എന്താണ്? വൃഷ്ണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പൂമ്പീജങ്ങൾ മൂത്രനാളിയിലേക്ക് എത്തിക്കുന്നു. നെക്സ്റ്റ് 9 എന്താണ്? ചുവടെ നൽകിയിട്ടുള്ള വിവരണം വിശകലനം ചെയ്ത് കാരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് പശ്ചിമഘട്ടം. അതിന്റെ കാരണം വിവരണം വിശകലനം ചെയ്ത് കാരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണിത് പശ്ചിമഘട്ടം അല്ലെ. അതിന്റെ കാരണം എന്താ? തദ്ദേശീയമായ ഒട്ടേറെ സ്പീഷീസുകൾ ഉള്ളതും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ സമ്പന്ന മേഖലയാണെന്ത്? പശ്ചിമഘട്ടം. അതാണ് കാരണം അല്ലെ. കാവുകൾ സംരക്ഷിക്കപ്പെടേണ്ട ജൈവ വൈവിധ്യ മേഖലകളാണ്. എന്താ അതിന്റെ കാരണം? എന്താണ്? വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലകൾ. എന്താ? അത് പ്രദേശത്തെ ജലസംരക്ഷണം അല്ലെ. അതൊക്കെയാണ് എന്ത് അതിന്റെ കാരണം അല്ലെ. കാവും ഇതൊക്കെ എന്താ സംരക്ഷിക്കപ്പെടേണ്ട കാരണം? വിസ്തൃതി കുറഞ്ഞതാണ് ജൈവ വൈവിധ്യ മേഖലകൾ, അല്ലെങ്കിൽ പ്രദേശത്തെ ജലസംരക്ഷണം ഒക്കെ എന്താണ് അതൊക്കെ നമ്മൾ സംരക്ഷിക്കണം അല്ലെ. നെക്സ്റ്റ് 10 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 3 സ്കോർ വീതമാണ്. ചിത്രീകരണം വിശകലനം ചെയ്ത് വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തിയാക്കുക. ജീവബന്ധങ്ങൾ എ, ബി, പിന്നെ ഇരപിടുത്തം ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഏന്റെ എന്താണ്? ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷമോ മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ല എന്നുള്ളതാണ് അല്ലെ. അങ്ങനെ ആകുമ്പോ നമുക്ക് ഈ ജീവബന്ധങ്ങൾ ഏതൊക്കെയാണ്? കമൻസലിസം അല്ലത്, ഇത് മ്യൂച്വലിസം, ഇരപിടുത്തം അല്ലെ. പിന്നെ കമൻസലിസത്തിലാണ് ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷമോ ഗുണമോ ഇല്ല എന്നുള്ളത് അല്ലെ. പിന്നെന്താണ് മ്യൂച്വലിസത്തിന്റെ എന്താണ് അതിന്റെ അത് വരുന്നത്? 2 ജീവികൾക്കും ഗുണകരാണ് അല്ലെ. പിന്നെ ഇരപിടുത്താണെങ്കിലോ? ഇരപിടുത്തം എന്താ? ഒന്നിന് ഗുണം മറ്റേതിന് ദോഷം അല്ലെ. ചാവുന്നതിന് ദോഷമല്ലേ, മറ്റേതിന് ഇര കിട്ടല്ലേ അല്ലെ. ഒന്നിന് ഗുണം മറ്റേതിന് ദോഷം അല്ലെ. ഇനി അതിന്റെ ഇത് ഇവിടെ നോക്ക്. അതിന്റെ മ്യൂച്വലിസത്തിന് ഇത് പൂവും പൂമ്പാറ്റയും പറഞ്ഞില്ലേ. അങ്ങനെയാണെങ്കിൽ കമൻസലിസത്തിന് എന്തായിരിക്കും? ഒന്നിന് ഗുണകരം മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലേന്നല്ലേ. അപ്പൊ മാവും മരവാഴയും നമുക്ക് എഴുതാം അല്ലെ. പിന്നെ ഇത് പറഞ്ഞു പൂവും പൂമ്പാറ്റയും ഉണ്ട്. ഇരപിടുത്തത് എന്താണ്? അവിടെ എന്താ ഇര പിടിക്കുന്ന ഏതാ? ഒന്നുകിൽ പുലിയും മാനും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ കുറുക്കനും മുയലും.
അല്ലെങ്കിൽ പാമ്പും തവളയും. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അല്ലേ, ഏതെങ്കിലും എഴുതാം. നെക്സ്റ്റ് എന്താണ്, നൽകിയിരിക്കുന്ന ചിത്രം പകർത്തി വരച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് പേരെഴുതി അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നൽകിയിരിക്കുന്ന ചിത്രം പകർത്തി വരയ്ക്കുക, നിങ്ങൾ എന്നിട്ട് തിരിച്ചറിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് പേരെഴുതി അടയാളപ്പെടുത്തുക. ചിത്രം പകർത്തി വരയ്ക്കുന്നതിന് ഒരു മാർക്കുണ്ട്. പിന്നെ പൂമ്പീജവുമായി സംയോജിച്ച് എൻഡോസ്പേം രൂപപ്പെടുന്ന ഭാഗം ഏതാണ്? പരാഗനാളി അല്ലേ. എവിടെയാണ് അടയാളപ്പെടുത്തുക? എവിടെ അടയാളപ്പെടുത്തും? പിന്നെ അതുപോലെ പരാഗരേണുവിൽ നിന്ന് രൂപപ്പെട്ട് അണ്ഡാശയത്തിന് നേരെ വളരുന്ന ഭാഗം ഏതാ? പോളാർ ന്യൂക്ലിയസുകൾ അല്ലേ. അപ്പോൾ ഇതെന്താണ്, ചിത്രം വരച്ചിട്ട് നിങ്ങൾ പരാഗനാളി ഇത് അവിടെ കൊടുക്കുക. പിന്നെ ഇത് എന്താണ്, പോളാർ ന്യൂക്ലിയസുകൾ ഇവിടെയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ്, ജൈവ വൈവിധ്യം നമുക്ക് നൽകുന്ന ചില സേവനങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. അവ വിശകലനം ചെയ്ത് പട്ടിക പൂർത്തിയാക്കാനാണ്. O2 CO2 സന്തുലനം, പരാഗണം, പോഷക സംക്രമണം, മണ്ണ് രൂപീകരണം, കാലാവസ്ഥ നിയന്ത്രണം. അതിൽ സഹായക സേവനങ്ങളും മറ്റേത് എന്താണ്? ഇതിൽ സഹായക സേവനമുണ്ട്, മറ്റേതാ പാരിസ്ഥിതിക സേവനങ്ങളുണ്ട് അല്ലേ. അതിൽ സഹായക സേവനങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് വരുന്നത് സഹായക സേവനങ്ങൾ? സഹായ സേവനങ്ങൾ ഏതൊക്കെയാണ്? പോഷക സംക്രമണം, അതുപോലെ പരാഗണം അല്ലെ. പാരിസ്ഥിതിക സേവനങ്ങൾ എൻവയോൺമെന്റ് ആയിട്ട് കിട്ടുന്ന ഏതൊക്കെയാണ്? O2 CO2 സന്തുലനം, മണ്ണ് രൂപീകരണം, കാലാവസ്ഥാ നിയന്ത്രണം ഒക്കെ എന്താ? പാരിസ്ഥിതിക സേവനങ്ങളാണ് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് എന്താ 13ാമത്തെ എന്താ നോക്കൂ. ചുവടെ നൽകിയിട്ടുള്ള പട്ടിക ഉചിതമായ രീതിയിൽ പൂർത്തിയാക്കുക. ഉചിതമായി പൂർത്തീകരിക്കാനാണ് പറഞ്ഞത് അല്ലെ. ബീജകോശങ്ങൾ ഏതൊക്കെയാണ്? അതുപോലെ അതിന്റെ സവിശേഷത, വലിപ്പവും ചലനശേഷി, ബാഹ്യഘടന ഒക്കെ പറഞ്ഞില്ലേ. അതിൽ ഇതില് ചലനശേഷി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് പഠിച്ചിട്ടുണ്ട് എന്താ, നോർമൽ അല്ലേ. എന്താണ്? ഒന്ന് പൂമ്പീജവും അണ്ടവും അല്ലെ, ബീജകോശങ്ങൾ. അപ്പൊ ഇത് പൂമ്പീജങ്ങൾ അല്ലെ. അപ്പൊ അതിന്റെ വലിപ്പം എന്താ? പൂമ്പീജത്തിന്റെ വലിപ്പം എങ്ങനെയാണ്? താരതമ്യേന ചെറുതാണ് അല്ലെ. അപ്പൊ താരതമ്യേന ചെറുത് എഴുതുക. പിന്നെ ചലനശേഷി ഉണ്ട് അല്ലെ, അവിടെ തന്നുണ്ട്. ഇനി അതിന്റെ ബാഹ്യഘടന എന്താണ്? ശിരസ്, ഉടല്, വാൽ എന്നിവ എന്താണ്? കാണപ്പെടുന്നു അല്ലെ. അതവിടെ എഴുതുക അല്ലെ. ശിരസ്, ഉടൽ, വാൽ എന്നിവ കാണപ്പെടുന്നു ഇവിടെ എഴുതുക അല്ലെ. ഇനി അണ്ടം, ബീജകോശം അണ്ടാണ് അല്ലെ. ഒന്നാമത്തെ പൂമ്പീജം, രണ്ടാമത്തെ അണ്ടം അല്ലെ. അതിന്റെ വലിപ്പം എന്താ? അണ്ടത്തിന്റെ വലിപ്പം എങ്ങനെയാ? പൂമ്പീജത്തേക്കാൾ വലുതാണ് അല്ലെ, ലാർജ് വലുതാണ് അല്ലെ. പിന്നെ അതിന്റെ ചലനശേഷി എന്താണ്? ഇല്ല, ചലനശേഷി ഇല്ലല്ലോ. അതിന്റെ ബാഹ്യഘടന എന്താ? ഗോളാകൃതി, അല്ലെങ്കിൽ എന്താണ്? കോശാസ്ത്രത്തിന് പുറത്തായി പ്രത്യേക സംരക്ഷണം ആവരണം ഉണ്ട് അല്ലെ. അതിന് എന്താ? ഗോളാകൃതിയാണ് ഷേപ്പ്. കോശാസ്ത്രത്തിന് പുറത്തായിട്ട് എന്താണ്? പ്രത്യേക സംരക്ഷണാവരണം ഉണ്ട് അല്ലെ. അതാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ എന്താ ബയോളജി നമ്മളിത് കഴിഞ്ഞില്ലേ.